പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തും കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2026 ഒന്നാം മാസം പ്രാരംഭ ദിനങ്ങളിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ വിശുദ്ധ തിരുവെഴുത്തുമായി ദൈവാലോചനയുമായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ 2026 വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ഏവരുടെയും എക്കാലത്തെയും ആഗ്രഹമെന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുക എന്നതും നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കപ്പെടുക എന്നുള്ളതുമാണ് എക്കാലത്തെയും ആഗ്രഹം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ലഭിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു നന്മയും അനുഗ്രഹവും തന്നെയാണ്. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ 37 സങ്കീർത്തനം അതിൻ്റെ 4 വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, ആ വചനം പോലെ തന്നെ യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും യഹോവയിൽ തന്നെ രസിക്കുകയും ചെയ്താൽ നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നമുക്ക് നൽകിത്തരുന്നൊരു ദൈവമാണ്. ഈ 2026 കഴിഞ്ഞ വർഷങ്ങളെക്കാളെല്ലാം ഉപരിയായി നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നാം പിടിച്ചു മേടിക്കുന്ന, നമുക്ക് നൽകിത്തരുന്ന അനുഗ്രഹിക്കപ്പെട്ട വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ വിവിധ ക്രിസ്തു ഭക്തരെ, ദൈവത്തിൽ ആശ്രയിച്ച ദൈവഭക്തന്മാരെ കാണുമ്പോൾ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകിക്കൊടുത്തത് പല വിധങ്ങളിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം എന്ന ദൈവമനുഷ്യനെ നോക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ താമസിച്ചു പോയോ എന്ന് ചിന്തിക്കുന്ന നിലയിൽ ദൈവിക വാഗ്ദത്തങ്ങൾ ലഭിക്കപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ തന്നെ ആയിരുന്നു നീണ്ട 24 വർഷങ്ങൾ തന്റെ കാത്തിരിപ്പ്. എന്നാൽ ഹൃദയത്തിൽ ദൈവം പകർന്ന വാഗ്ദത്തമുണ്ട്, ദൈവശബ്ദമുണ്ട്. അതിനുവേണ്ടി വിശ്വാസത്തോടെ കാത്തിരുന്ന ദൈവമനുഷ്യനെ നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ആ മറുപടി തന്റെ പക്കൽ എത്തിപ്പെടുവാനിടയായി തീർന്നു. നീണ്ട 38 വർഷം അഭിഷേകം വീണിട്ട്, രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ടും രാജകസേരയിൽ ഇരിക്കാൻ കഴിയാതെ ഒളിച്ചുകൊണ്ടിരുന്ന, ശൗലിനെ പേടിച്ച് ഓടിക്കൊണ്ടിരുന്ന ഒരു ദാവീദിനെ നമുക്ക് ശ്രദ്ധേയമാണ് ശമൂവേലിന്റെ പുസ്തകത്തിൽ. എന്നാൽ വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യിപ്പിച്ച ദൈവത്തിന് ദാവീദിനെ കൊണ്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു. താൻ വനാന്തരങ്ങളിലോടി, ഗഹ്വരങ്ങളിലോടി, ഗുഹകളിൽ പാർത്തു, മരുഭൂമി താണ്ടിപ്പോയി എന്ന് പറഞ്ഞാൽ താൻ വല്ലാത്ത സ്ട്രഗിളുകൾ ചെയ്തു പോയി. തന്റെ മേൽ വീണ അഭിഷേകത്തെ പോലും സംശയിക്കുന്ന നിലയിൽ വേദനയോടെ ഓട്ടമോടുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ദൈവവിളി എനിക്ക് കിട്ടിയോ? ദൈവത്തിൽ ആശ്രയിച്ചിട്ട് എനിക്കെന്താണ് പ്രതിഫലം? ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഞാൻ ഭയങ്കര സ്ട്രഗിളിനകത്തൂടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും അധികം സ്ട്രഗിൾ ചെയ്യാൻ എന്തു ചെയ്തു എന്നൊക്കെ ചോദിക്കുന്ന ഒരു പറ്റം ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ കാണും. അതിന്റെ നടുവിലും പരിശുദ്ധാത്മ പറയുന്നു, ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണോ താങ്കൾ ഇപ്പോൾ കടന്നു പോകുന്നത്? ഏറ്റവും സ്ട്രഗിൾ ചെയ്താണോ പോകുന്നത്? ജീവിതത്തിന്റെ ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത്? നിശ്ചയമായി താങ്കളെ ഏറ്റവും മഹത്വത്തോടെ അനുഗ്രഹിക്കുന്ന, ആദരിക്കുന്ന ഒരു സുദിനമുണ്ട് എന്നുള്ളത് വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. കർത്താവിന് സ്തോത്രം. അങ്ങനെ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അനേക ഭക്തന്മാരെ കാണാൻ കഴിയുന്നു. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകിക്കൊടുക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, താങ്കളുടെ ഹൃദയത്തിൽ ദൈവാശ്രയ ബോധ്യത്തിൽ ഇരുന്നു കൊണ്ട് നല്ലൊരു ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ കിടപ്പുണ്ടോ? എന്റെ പ്രായം മുന്നോട്ട് പോകുന്നതല്ലാതെ, വർഷങ്ങളും കാലങ്ങളും സമയങ്ങളും മുൻപോട്ട് പോകുന്നതല്ലാതെ ഇതിനൊരു പരിധിയില്ലേ? ഇനി ഇതൊന്നും സാധിക്കത്തില്ല എന്ന്
വല്ലാതെ വേദനപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടാണോ ഇന്ന് ഈ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, താങ്കളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നൽകിത്തരാൻ സർവശക്തനായ ദൈവം പ്രവർത്തിക്കും. വിശുദ്ധ സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ ഈ നല്ല ആഗ്രഹങ്ങളെ നൽകിത്തരാൻ ഏകദേശം 6-7 കാര്യങ്ങൾ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ വേദഭാഗം കാണുമ്പോൾ ഈ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എങ്ങനെ ലഭിക്കപ്പെടും ഒന്ന് പറയാം. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. ദൈവത്തിന് ഇഷ്ടം. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നമുക്ക് ലഭിക്കപ്പെടണമെങ്കിൽ ദുഷ്പ്രവർത്തിക്കാരുണ്ട്. അവരുടെ പ്രവർത്തികൾ കണ്ട് നാം മുഷിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. രണ്ടാമത്തെ കാര്യം പറയും, നീതിയോട് പ്രവർത്തിക്കുന്നവരോട് എന്ത് ചെയ്യരുത്? അസൂയപ്പെടരുത്. ഒരു സൈഡിൽ ദുഷ്പ്രവർത്തിക്കാർ കാണും, നീതികേട് ചെയ്യുന്നവർ കാണും. അവരുടെ നിമിത്തം നാം നമ്മുടെ കൃപയെ നഷ്ടപ്പെടുത്തി കളയാൻ തയ്യാറാകരുത്. മൂന്നാമത് പറയുന്നു, 3-ാം വാക്യത്തിൽ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യണം. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുകയും ചെയ്യണം, നന്മയും ചെയ്യണമെന്ന് വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. 4-ാമത്തെ കാര്യം പറയും, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പം നന്മ ചെയ്യണം, യഹോവയിൽ ആശ്രയിക്കണം, ദേശത്ത് പാർക്കണം. പാർത്ത മാത്രം പോലെ വിശ്വസ്തത ആചരിക്കുകയും വേണം. അടുത്ത പദം പറയുന്നു, യഹോവയിൽ തന്നെ രസിക്കണം. എന്ന് പറഞ്ഞാൽ യഹോവയിൽ തന്നെ നമ്മുടെ ആനന്ദം കണ്ടെത്തണം. യഹോവയുടെ മുമ്പാകെ തന്നെ ഇരിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നാം വരണം. അടുത്ത പദങ്ങൾ പറയുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കണം. അങ്ങനെ ആ ഭാഗങ്ങളിൽ പരിശുദ്ധാത്മ നൽകി തന്നൊരു ദൂതാണ്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ പല വിധത്തിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുകൾ കാണും. അതിൻ്റെയൊക്കെ നടുവിൽ ദൈവപ്രവർത്തിയിൽ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയും ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകി തരും. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തന ഭാഗങ്ങൾ ഞാൻ ധ്യാനിച്ച് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒരാഗ്രഹം ദൈവസന്നിധിയിൽ പകർന്നിട്ടുണ്ട്. ആഗ്രഹങ്ങളെ നൽകി തരാൻ ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. ഇന്ന് ഈ സമയത്ത് എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നൽകി തരുന്നൊരു ദൈവമുണ്ട്. അത് ഈ 2026 ഈ പ്രാരംഭ സമയങ്ങളിൽ തന്നെ ആഗ്രഹങ്ങൾ സാധ്യമാകും. വളരെ പ്രാർത്ഥനയോടെ ഈ ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കർത്തൃസന്നിധിയിൽ മുൻപോട്ട് പോകാം. പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ മേൽ പകരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളെ നൽകി തരാൻ, നമ്മുടെ ആഗ്രഹങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവസന്നിധി താഴ്ത്തിയേൽപ്പിക്കാം. നിരുത്സാഹപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ.